നമസ്കാരം. ഇറാൻ-ഇസ്രായേൽ യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ തന്ത്രങ്ങൾ മെനയുകയാണ് ഇസ്രായേലും അമേരിക്കയും. ശക്തമായ ആക്രമണത്തിനൊപ്പം ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ ഇരു രാജ്യവും ശ്രമിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ജനകീയ കലാപം അഴിച്ചുവിടുന്നതിനായി കുർദിഷ് പ്രതിപക്ഷ സേനകൾക്ക് ആയുധങ്ങൾ നൽകാൻ അമേരിക്ക ശ്രമിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US ഭരണകൂടം കുർദിഷ് പ്രതിപക്ഷ ഗ്രൂപ്പുകളെ സായുധരാക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് സജീവമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് കുർദിഷ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ബുധനാഴ്ച വരെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വർഷങ്ങളായി ഇറാൻ ഭരണകൂടത്തെ എതിർക്കുന്ന കുർദിഷ് വിമതർ ഇറാന്റെ കുർദിസ്ഥാൻ പ്രവിശ്യയിലും മറ്റ് പടിഞ്ഞാറൻ പ്രവിശ്യകളിലും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ-ഇറാഖ് അതിർത്തി കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. ഇരു രാജ്യങ്ങളിലെയും കുർദിഷ് ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. അമേരിക്കയുടെ ചാര സംഘടനയായ CIAക്ക് ഇറാന്റെ അയൽരാജ്യമായ ഇറാഖിലെ കുർദിഷ് ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ച ദീർഘകാല ചരിത്രമുണ്ട്. 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്തും ഈ ബന്ധം ശക്തമായിരുന്നു. കൂടാതെ സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെതിരെ പോരാടാൻ കുർദിഷ് പോരാളികൾക്ക് വാഷിംഗ്ടൺ പണവും ആയുധവും പരിശീലനവും നൽകിയിരുന്നു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അമേരിക്കൻ വിദേശ നയത്തെ എതിർക്കുന്ന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്നതിനായി വിവിധ രാജ്യങ്ങളിലെ വിമതർക്കും സായുധ സംഘങ്ങൾക്കും CIA ഫണ്ട് നൽകി വരുന്നുണ്ട്. കുർദിഷ് ഗ്രൂപ്പുകളുടെ കയ്യിൽ ആയുധം ഏൽപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് ഇറാനെ ആഭ്യന്തര തലത്തിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനിയൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനും രാജ്യവ്യാപകമായി ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനും കുർദിഷ് വിഭാഗങ്ങളെ ഉപയോഗിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് US ഉദ്യോഗസ്ഥർ CNN-നോട് വെളിപ്പെടുത്തിയത്. വടക്കൻ ഇറാന്റെ നിയന്ത്രണം കുർദിഷ് ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുക വഴി ഇസ്രായേലിന് ഒരു സുരക്ഷാ കവചം ഒരുക്കാനും ഇവർ ലക്ഷ്യമിടുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാനിയൻ കുർദിസ്ഥാൻ തലവൻ മുസ്തഫ ഹിജ്രിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച സംസാരിച്ചതായും CNN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ ഇറാനിൽ നടക്കുന്ന കരസേനാ നീക്കങ്ങളിൽ കുർദിഷ് ഗ്രൂപ്പുകളും പങ്കാളികളാകുമെന്ന് ഒരു കുർദിഷ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഇറാഖിലെ പ്രധാന കുർദിഷ് നേതാക്കളുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കുർദിസ്ഥാൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് മസൂദ് ബർസാനി, പാട്രിയോട്ടിക് യൂണിയൻ ഓഫ് കുർദിസ്ഥാൻ നേതാവ് ബഫൽ തലബാനി എന്നിവരുമായിട്ടാണ് ട്രംപ് ചർച്ച നടത്തിയത്. അമേരിക്കയും കുർദിഷ് ഗ്രൂപ്പുകളും തമ്മിലുള്ള ഈ ബന്ധത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാസങ്ങളായി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ കുർദിഷ് ഗ്രൂപ്പുകൾക്കിടയിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ ശക്തമായ രഹസ്യാന്വേഷണ ശൃംഖലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത വംശീയ ന്യൂനപക്ഷമാണ് കുർദുകൾ. വിവിധ രാജ്യങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ചരിത്രമാണ് അവർക്കുള്ളത്. അവർക്ക് പൊതുവായ ഒരു സംസ്കാരവും ഭാഷയുമുണ്ട്. തുർക്കി, സിറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ സ്വയംഭരണത്തിനായി നിരവധി കുർദിഷ് ഗ്രൂപ്പുകൾ പതിറ്റാണ്ടുകളായി പോരാടി വരുന്നുണ്ട്. വാഷിംഗ്ടൺ ചരിത്രപരമായി കുർദിഷ് ഗ്രൂപ്പുകളുടെ, പ്രത്യേകിച്ച് ഇറാഖി കുർദുകളുടെ സഖ്യകക്ഷിയാണ്. അതുപോലെ 2017 ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സിറിയയിലെ കുർദിഷ് മിലിഷ്യയായ YPG പോരാളികൾക്ക് അമേരിക്ക പരിശീലനവും ആയുധങ്ങളും നൽകിയിരുന്നു. തുർക്കി ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച PKK-യുമായി ബന്ധമുള്ളതിനാൽ YPG-യും ഒരു ഭീകര ഗ്രൂപ്പായിട്ടാണ് തുർക്കി കണക്കാക്കുന്നത്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ പ്രധാന ഭാഗമായ ഇവർ ISIS കേന്ദ്രങ്ങളായിരുന്ന റഖ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അടുത്ത കാലം വരെ നിയന്ത്രിച്ചിരുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി വിവിധ രാജ്യങ്ങളിലെ വിമതർക്കും സായുധ സംഘങ്ങൾക്കും പണവും പരിശീലനവും ആയുധങ്ങളും നൽകി പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് അമേരിക്കൻ ചാര സംഘടനയായ CIAക്കുള്ളത്. അത്തരം ചില സംഭവങ്ങൾ ഇങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാനാണ് അതിലൊന്ന്. 1970കളുടെ അവസാനം മുതൽ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ പോരാടാൻ അഫ്ഗാൻ മുജാഹിദീനുകൾക്ക് CIA വൻതോതിൽ ഫണ്ടും പരിശീലനവും നൽകി. 2011 ലിബിയൻ ഭരണാധികാരിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫിക്കെതിരെ പോരാടിയ വിമതർക്ക് ഇന്റലിജൻസ് വിവരങ്ങളും മറ്റ് സഹായങ്ങളും CIA ലഭ്യമാക്കി. ഇറാനിൽ 1953 ഇറാന്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദെഗിനെ അട്ടിമറിക്കാൻ ബ്രിട്ടീഷ് ചാര സംഘടനയായ MI6ഉം CIAയും സംയുക്തമായി സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ സഹായിച്ചിരുന്നു. നിക്കരാഗയിൽ 1980കളിൽ ഡാനിയൽ ഒർട്ടഗയുടെ സർക്കാരിനെതിരെ പോരാടാൻ കോൺഗ്രസ് എന്ന സായുധ സംഘത്തിന് CIA ആയുധങ്ങളും പണവും നൽകിയിരുന്നു. കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെ അമേരിക്കൻ വിരുദ്ധ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഗ്വാട്ടിമല, ക്യൂബ, എൽ സാൽവദോർ എന്നിവിടങ്ങളിലെ സായുധ ഗ്രൂപ്പുകളെയും CIA പിന്തുണച്ചിട്ടുണ്ട്. 1950കളിൽ വിയറ്റ്നാമിലെ വിമതർക്ക് ആയുധം നൽകിക്കൊണ്ടാണ് CIA അവിടെ ഇടപെടൽ നടത്തിയത്. പിന്നീട് ഇത് അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക നീക്കമായി മാറുകയും ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്നായി പരിണമിക്കുകയും ചെയ്തിരുന്നു.